രേഷ്മയ്ക്ക് വയസ്സ് 46. അവൾക്ക് ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന ഒരു മകനുണ്ട്. പേര് രാജു. രേഷ്മയുടെ ഭർത്താവിന് നാട്ടിൽ ബിസിനസ്സാണ്. എപ്പോഴും തിരക്കിലായിരിക്കും. അയാൾക്ക് രേഷ്മയോടൊത്ത് സമയം ചിലവഴിക്കാനൊന്നും ഒട്ടും നേരമില്ല. അയാൾ രാവിലെ പോയാൽ രാത്രിയാവും തിരികെ വരാൻ. ചിലപ്പോൾ പിറ്റേന്നാവും വരിക. രേഷ്മയുടെ ആഗ്രഹം കഴപ്പം തീർത്തു കൊടുക്കാൻ അയാൾക്ക് സാധിക്കാറില്ല. തൻ്റെ ഭർത്താവിന് വേറെ ആരെങ്കിലുമായി ബന്ധമുണ്ടോ എന്ന് പോലും അവൾക്ക് സംശയമില്ലാതില്ല. രേഷ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാണാൻ നല്ല അസൽ മാദകത്തിടമ്പാണ്. വെളുത്ത രൂപം, ഇച്ചിരി തടിയുള്ള ശരീരം. ആര് കണ്ടാലും നോക്കിപ്പോകുമെന്നതിൽ ഒരു സംശയവുമില്ല. സാരിയാണ് എപ്പോഴും വേഷം. രേഷ്മയുടെ ഭർത്താവും വെളുത്ത സുന്ദരനാണ്. അയാൾ അവളുടെ സൗന്ദര്യം കണ്ടിട്ട് തന്നെയാണ് കല്യാണം കഴിച്ചതെങ്കിലും പിന്നീട് അയാൾക്ക് അവളോടുള്ള സ്നേഹം കുറഞ്ഞു വന്നു. രാജു കോളേജ് വിട്ട് വന്നാൽ പിന്നെ രേഷ്മയും അവനും മാത്രമായിരിക്കും വീട്ടിലുണ്ടാവുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ കോളേജ് അവധിയുള്ള ദിവസം രാജു അവൻ്റെ 2 കൂട്ടുകാരുമായി വീട്ടിലേക്ക് വന്നത്. കൂട്ടുകാരെ കണ്ട രേഷ്മ അവരെ നോക്കി. 2 പേരും വെളുത്ത് മെലിഞ്ഞ സുന്ദരക്കുട്ടപ്പന്മാരായിരുന്നു. ഒരാളുടെ പേര് ആഷിഖ്, മറ്റവൻ വൈശാഖ്. വാ വാ, കേറിയിരിക്കും മക്കളെ. അവൾ ചിരിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചു. ഞാൻ ജ്യൂസ് എടുക്കാട്ടോ, അവൾ പറഞ്ഞു. അയ്യോ വേണ്ട ചേച്ചി, കുറച്ച് തണുത്ത വെള്ളം മാത്രം മതി, ആഷിഖ് പറഞ്ഞു. അവർ തന്നെ ചേച്ചി എന്ന് വിളിച്ചത് കേട്ടപ്പോൾ അവളുടെ മുഖത്ത് നാണവും സന്തോഷവും മിന്നിമാഞ്ഞു. അതേ മോനെ, ഞാൻ രാജുവിൻ്റെ അമ്മയാട്ടോ, ചേച്ചിയല്ല. അയ്യോ ആണോ, സോറി ആൻറ്റി. ഇത്രയും ചെറുപ്പവും സൗന്ദര്യമൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു. ശരി ശരി, അത് സാരമില്ല മക്കളെ, രേഷ്മ ചിരിച്ചു. നിങ്ങളിരിക്കട്ടോ, ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം. അയ്യോ വേണ്ട ആൻറ്റി. ആഹാ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നിങ്ങൾ ആദ്യമായി ഇവിടെ വരികയല്ലേ, ജ്യൂസ് കഴിച്ചിട്ട് പോയാൽ മതി. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡിനും നിങ്ങൾ ഉണ്ടാവണം കേട്ടോ. എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ആൻറ്റി, അവർ ചിരിച്ചു. രേഷ്മ ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു. രേഷ്മ പോകുന്നത് നോക്കി അവർ അവിടെ ഇരുന്നു. ഷോ, നിന്റെ അമ്മ എന്ത് നല്ല സുന്ദരിയാടാ, നല്ല സ്വഭാവവും. ദേ, അന്ന് ഇവൻ്റെ വീട്ടിൽ പോയായിരുന്നു. ദൈവമേ, ഇവൻ്റെ അമ്മ എന്നെ അവിടുന്ന് ഓടിച്ചു വിട്ടില്ല എന്നേയുള്ളൂ. തിരിച്ചും മറിച്ചും എന്നെ ചോദ്യം ചെയ്തു. ആഷിഖ് അത് പറഞ്ഞപ്പോൾ അവർ ചിരിച്ചു. രാജു പറഞ്ഞു, വാടാ, എൻ്റെ മുറിയിൽ പോകാം. എൻ്റെ കമ്പ്യൂട്ടറിലെ ചില സാധനമൊക്കെ കാണിച്ചു തരാം, നമുക്ക് സുഖിക്കാം. വാ. അവർ അങ്ങനെ കമ്പ്യൂട്ടറിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആഷിഖ് ജനാലിൽ കൂടി അടുത്ത വീട്ടിലുള്ള ഒരു സുന്ദരിയെ കണ്ടത്. ഡാ, അതാരാടാ? ഹോ, എന്താ ഒരു സാധനം. അത് കേട്ട് രാജു ഏന്തി വളഞ്ഞു നോക്കി. ഓ അതോ, അത് ജസീലയാ. ജസീലയോ? വൈശാഖ് ചോദിച്ചു. അതേടാ, ജസീല. ആഹാ, അപ്പോൾ ഉമ്മച്ചിക്കുട്ടിയാണല്ലേ, പക്ഷേ കണ്ടാൽ പറയത്തില്ല. അതേടാ, നോക്കണ്ട, കിട്ടില്ല. അതെന്താടാ അങ്ങനെ ഒരു വർത്താനം, ആഷിഖ് ചോദിച്ചു. അതങ്ങനെയാടാ, എന്നാലും പറയടാ, എന്തെങ്കിലും കാരണമില്ലാതെ നീ അങ്ങനെ പറയില്ല എന്നറിയാം. അങ്ങനെ അവർ നിർബന്ധിച്ചപ്പോൾ അവൻ പറഞ്ഞു, എടാ, ഞാൻ 1 മാസമായി അവളോട് ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നു. അവളാണെങ്കിൽ പൊട്ടനും പ്രേതത്തെ കണ്ട പോലെ ഒറ്റ ഓട്ടമാ. അത് കേട്ട് അവർ 2 പേരും അവനെ കളിയാക്കി ചിരിച്ചു. നിങ്ങൾക്ക് ചിരിയാല്ലേ? ചിരിക്ക് ചിരിക്ക്. എന്തായാലും ഞാൻ അവളെ വിട്ടു, നിങ്ങൾ വേണേൽ നോക്കിക്കോ. അയ്യോ വേണ്ടായേ. ദേ മക്കളെ, ജ്യൂസ് ഇത് കുടിക്കെ, എന്നിട്ടാവാം ബാക്കി വിശേഷം പറച്ച്. രേഷ്മ ട്രെയിൽ ജ്യൂസും കുറച്ച് ബനാന ചിപ്സുമായി അങ്ങോട്ടേക്ക് വന്നു. അത് കണ്ടപ്പോൾ വൈശാഖ് ഞാനൊന്നും കണ്ടില്ല എന്ന മട്ടിൽ കമ്പ്യൂട്ടറിൽ തന്നെ ശ്രദ്ധിച്ചു. അത് കണ്ടപ്പോൾ ആഷിഖ് പറഞ്ഞു, ഡാ വൈശാഖെ, മതി മതി അഭിനയിച്ചത്, വാ കഴിക്ക്. അവൻ അങ്ങനെ പറഞ്ഞതും വൈശാഖ് ചമ്മി. അവർ ചിരിച്ചു. അങ്ങനെ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിന് അവരെല്ലാവരും ഹാളിലിരുന്നു. രേഷ്മ ഭക്ഷണം വിളമ്പാൻ തുടങ്ങി. നല്ലോണം കഴിക്കും മക്കളെ, തടിയൊക്കെ ഇങ്ങ് പോരട്ടെ, എന്നാലേ പെൺപിള്ളേർ നോക്കത്തുള്ളൂ, രേഷ്മ ഒരു കളച്ചിരിയോടെ പറഞ്ഞു. ആണോ ആൻറ്റി? ദേ, ഈ വൈശാഖിന് മുൻപ് 2 കാമുകിമാർ ഉണ്ടായിരുന്നതാ. ഇവൻ ആള് ശരിയാകാത്തത് കൊണ്ട് അവളുമാർ ഇട്ടേച്ച് പോയി. ആഷിഖ് അത് പറഞ്ഞപ്പോൾ വൈശാഖ് പല്ലിടിച്ചു. ആണോ മോനെ? ഷോ, പ്രേമമൊക്കെ ഒരു രസം തന്നെയാ, എന്നാലും എറിയാൻ അറിയുന്നവൻ്റെ കയ്യിൽ ദൈവം വടി കൊടുക്കത്തില്ലല്ലോ. രേഷ്മ ഒരു നെടുവീർപ്പോടെ അങ്ങനെ പറഞ്ഞത് അവളുടെ സ്വന്തം ജീവിതം ഓർത്തിട്ടായിരുന്നു. പക്ഷെ ഇതൊന്നും അവർക്കറിയില്ലല്ലോ. അവർ
വൈശാഖിനെ നോക്കി കളിയാക്കി. അതൊക്കെ പോട്ടെ, നിനക്ക് ലൈനൊന്നുമില്ലേ മോനെ? ആഷിക്കിനോടായി രേഷ്മയുടെ ചോദ്യം. നല്ല ചോദ്യം. അവൻ വായി നോക്കി നടക്കുന്നതല്ലാതെ ആരും സെറ്റാവുന്നില്ല അമ്മേ. അത് പറഞ്ഞത് രാജു ആയിരുന്നു. അതെ ആൻറ്റി, നമുക്കൊന്നും ഭാഗ്യമില്ലെന്നേ. എത്ര പേരെ നോക്കിയതാണെന്ന് അറിയാമോ ഞാൻ? അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ രേഷ്മ അവനെ ആകെ മൊത്തമായി നോക്കി. അതെന്താടാ മോനെ, നിനക്ക് ആരും സെറ്റാവാത്തത്? നിന്നെ പോലുള്ള ആപ്പിൾ സുന്ദരന്മാരെ കിട്ടാനും ഒരു യോഗം വേണമല്ലോ. രേഷ്മ ഒരു കള്ളനോട്ടം പായിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ആഷിഖിന്റെ മുഖത്ത് നാണം. ദേ, ചെക്കൻ്റെ നാണം കണ്ടോ? ഷോ, വൈശാഖ് പറഞ്ഞു. ദാ മോനെ, ഈ മോരും കൂട്ടി കഴിക്ക്. മതി ആൻറ്റി, വയറ് നിറഞ്ഞു, വൈശാഖ് പറഞ്ഞു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവർ കൈ കഴുകി വന്നപ്പോൾ പറഞ്ഞു, ആൻറ്റി, ഫുഡ് അടിപൊളിയാട്ടോ. ഷോ, ആൻറ്റിയുടെ കൈപ്പുണ്യം ഉഗ്രനാ. ഷോ, ആണോ മക്കളെ? താങ്ക്സ് കേട്ടോ. അപ്പോൾ ശരി ആൻറ്റി, ഞങ്ങൾ ഇറങ്ങുവാട്ടോ. അയ്യോ മക്കളെ, പോകുവാണോ? വൈകിട്ട് ചായ കുടിച്ചേച്ചും പോയാൽ പോരെ? അയ്യോ വേണ്ട ആൻറ്റി, ഞങ്ങൾക്ക് ഫുട്ബോൾ കളിയുണ്ട്, അത് മിസ്സാക്കിക്കൂടാ, ആഷിഖ് പറഞ്ഞു. ആണോ? അപ്പോൾ ശരി, ഇറങ്ങുവാട്ടോ, വൈശാഖ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരി മക്കളെ, പോയിട്ട് വാ. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണം കേട്ടോ. തീർച്ചയായും വരും ആൻറ്റി. അങ്ങനെ അവർ പോയി. കൂടെ രാജുവും പോയി ഫുട്ബോൾ കളിക്കാൻ. രേഷ്മയ്ക്ക് വീണ്ടും അവിടെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഒന്ന് പുറത്ത് പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് അവൾ പുതിയ സാരിയൊക്കെ എടുത്ത് വീട് പൂട്ടി ഇറങ്ങി. വീടിൻ്റെ താക്കോൽ അടുത്ത വീട്ടിലെ ഭാനുമതി ചേച്ചിയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോയപ്പോൾ അവരുടെ ഭർത്താവായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അയാൾ വായും പൊളിച്ച് രേഷ്മയെ നോക്കി പല്ലളിച്ചു. ഹോ, മൂപ്പിലാൻ്റെ ഒരു ഇളിയും നോട്ടവും അവൾ മനസ്സിൽ പെറുപെറുത്തു. അയാൾ പറഞ്ഞു, ഭാനു ഇല്ലല്ലോ, അവൾ അവളുടെ അനിയത്തിയുടെ വീട്ടിലോട്ട് പോയേക്കുക. അവളോട് സംസാരിക്കാൻ വന്നതാണെങ്കിൽ ഞാൻ കമ്പനി തരാട്ടോ. അയ്യോ വേണ്ട ചേട്ടാ, ഞാൻ ദേ ഈ താക്കോൽ ഏൽപ്പിക്കാൻ വന്നതാ. എൻ്റെ മോൻ തിരിച്ചു വരികയാണെങ്കിൽ ഇത് കൊടുത്തേക്കണം കേട്ടോ. ഓ ശരി. അതും പറഞ്ഞ് അയാൾ വീണ്ടും ഇളിച്ചു കാണിച്ചു. അയാളുടെ നോട്ടം മാറ്റിയതേയില്ല. രേഷ്മ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് പോകുന്നത് വരെ അയാളുടെ കണ്ണുകൾ അവളെ പിന്തുടർന്നു. ഹോ, ഒരു നാണവും മാനവുമില്ലാത്ത വായി നോക്കി അവൾ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ അവൾ ടൗണിലെത്തി. സ്കൂട്ടർ ഒരിടത്ത് പാർക്ക് ചെയ്ത് അവൾ അവിടെയുള്ള വലിയ മാളിൽ കയറി. ഒരു ഷോപ്പിംഗ് നടത്തി കളയാം അവൾ ചിന്തിച്ചു. ആദ്യം ഒരു ജ്യൂസോ ഷേക്കോ കുടിക്കാം. അങ്ങനെ അതും ചിന്തിച്ച് അവൾ ഒരു കടയിൽ കയറി. അവിടെ ഫുൾ ഗ്ലാസ് ആയിരുന്നു. പുറത്തുകൂടി പോകുന്നവരൊക്കെ നന്നായിട്ട് കാണാം. അവൾ ഒരു ചോക്ലേറ്റ് ഷേക്ക് ഓർഡർ ചെയ്ത് അവിടെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ കൂട്ടുകാരിയായ ജാനകി നടന്നു പോകുന്നത് കണ്ടത്. ഇവളിത് എങ്ങോട്ടാ? കൂടെ ഒരു പയ്യനുമുണ്ടല്ലോ, ആരാണാവോ അത്? ഓ, വേറെ ആരാ? അവളുടെ പുതിയ കാമുകനായിരിക്കും, അല്ലാതാരാ? പണ്ട് മുതലേ അവൾ അങ്ങനെയാണ്. നല്ല പയ്യന്മാരെ കണ്ടാൽ അവൾ കിളക്കമാണ്, ലൈനാക്കും, കറങ്ങാൻ പോകും. അവളുടെ ഭർത്താവാണെങ്കിൽ ആളൊരു പാവത്താൻ, സ്നേഹസമ്പന്നൻ. അയാളുണ്ടോ ഇവളുടെ ഈ പരിപാടിയൊക്കെ കാണുന്നു, പാവം. ഒരിക്കൽ താനും പറഞ്ഞായിരുന്നു തനിക്കും ഒരു പയ്യനെ പ്രേമിക്കണമെന്നൊക്കെ. അപ്പോഴാണ് അവളുടെ ഒരു നല്ല പിള്ള ചമയൽ. നിനക്കെന്താ വട്ടാണോ? നിനക്ക് എന്തിൻ്റെ കുറവ് രേഷ്മയെന്ന്? അതേടി, എനിക്ക് കുറവുണ്ട്. നല്ല സ്നേഹം കിട്ടാത്തതിൻ്റെ കുറവ്. ഉള്ള ഭർത്താവാണെങ്കിൽ എന്നെ സ്നേഹിക്കാതെ വേറെ ആളെ സ്നേഹിക്കുന്നു. നിനക്കാണെങ്കിൽ നല്ല ഭർത്താവിനെ കിട്ടിയിട്ടും അത്യാഗ്രഹം. അങ്ങനെ അവൾ അവിടെ ഇരുന്ന് ഓരോന്ന് മനസ്സിൽ ചിന്തിച്ചപ്പോഴേക്കും ചോക്ലേറ്റ് ഷേക്ക് വന്നു. അപ്പോൾ ജാനകി ആ പയ്യൻ്റെ കൂടെ കാറിൽ കയറി പോകുന്നത് കണ്ടു. തനിക്കും കാർ ഓടിക്കാൻ പഠിച്ചാലോ? അപ്പോൾ ആരെങ്കിലും ഇതുപോലെ സെറ്റാക്കി ഇതുപോലെ കറങ്ങാൻ പോകാമല്ലോ. വീട്ടിലാണെങ്കിൽ ചുമ്മാ ബോറടിച്ചിരിക്കുമല്ലേ. അവിടെ ഡ്രൈവിംഗ് സ്കൂളിലെ നാരായണ ചേട്ടൻ്റെ അടുത്ത് ചെന്ന് ഡ്രൈവിംഗ് പഠിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, അങ്ങേര് ഇതിനൊന്നും സമ്മതിക്കത്തില്ല. അങ്ങേർക്ക് എന്തുമാവാം, തനിക്കായിക്കൂടാ. അതാണല്ലോ തൻ്റെ ഭർത്താവിൻ്റെ നിലപാട്. അങ്ങനെ ഷെയ്ക്കൊക്കെ കുടിച്ചു കഴിഞ്ഞ് മാളിലെ മുകളിലത്തെ നിലയിൽ ലിഫ്റ്റിൽ കയറാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സുന്ദരനായ ഒരു പയ്യൻ വന്നത്. ഇൻസേർട്ട് ചെയ്ത ഷർട്ടും പാൻറ്റുമാണ് വേഷം. വെളുത്ത് അത്യാവശ്യം പൊക്കമൊക്കെയുള്ള ഒരു സുന്ദരൻ. അങ്ങനെ ആ പയ്യൻ ലിഫ്റ്റിൽ കയറിയപ്പോൾ അവൻ്റെ പിന്നാലെ അവളും കയറി. പെട്ടെന്നാണ് പെൺകുട്ടികളുടെ ഒരു പട തന്നെ അങ്ങോട്ടേക്ക് കയറി വന്നത്. ലിഫ്റ്റിൽ
സ്ഥല സൗകര്യം തീരെ കുറവായതിനാൽ രേഷ്മ പതിയെ ആ പയ്യൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. നല്ല തിരക്കായതിനാൽ അവന് സംശയമൊന്നും തോന്നിയതുമില്ല. രേഷ്മ വീണ്ടും അവനോട് ചേർന്ന് നിന്നു. പക്ഷേ അവൻ ഒരു മര്യാദക്കാരൻ പയ്യനായിരുന്നു. അതുകൊണ്ട് അവൻ വീണ്ടും നീങ്ങി നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ രേഷ്മയുണ്ട വിടുന്നു. അവൾക്ക് അവൻ്റെ മുഖം കണ്ടപ്പോൾ ചിരി വന്നു. അവൻ അല്പം നാണത്തോടെ അവളെ നോക്കി. അവൾ ഒന്നും അറിയാത്ത മട്ടിൽ ചിരി അടക്കി പിടിച്ചു നിന്നു. പക്ഷേ അവൻ ചിരിച്ചു. അപ്പോൾ അവളും ചിരിച്ചു. ലിഫ്റ്റിൽ നിന്നും ഇറങ്ങിയപ്പോൾ അവൻ ഹായ് പറഞ്ഞു. രേഷ്മ ആദ്യമൊന്ന് പതറിയെങ്കിലും കിട്ടിയ അവസരം ജാട കാണിച്ച് പായാക്കാതെ അവളും ചിരിച്ച് ഹായ് പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാഡം, എൻ്റെ പേര് സംഗീത്. ഞാൻ ദേ അവിടെയുള്ള ഫ്യൂച്ചർ സേഫ് എന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ പേര് രേഷ്മ എന്നാട്ടോ. വീട്ടമ്മയാണ്. അവൾ മനോഹരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ മാഡം? ഗുഡ്. അപ്പോൾ വീട്ടിൽ ബോറടിച്ചിരിക്കുമായിരിക്കുമല്ലേ? ആ അതെ. എങ്ങനെ മനസ്സിലായി? അല്ല, പൊതുവെ വീട്ടമ്മമാർ വീട്ടിൽ ബോറടിച്ചിരിപ്പായിരിക്കുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. ഓ അങ്ങനെ. അപ്പോൾ മാഡം, ഞാൻ പറഞ്ഞു വന്നത് മാഡത്തിന് വീട്ടിലിരുന്നു കൊണ്ട് വർക്ക് ചെയ്ത് സമ്പാദിക്കാനുള്ള ഒരു അവസരത്തെക്കുറിച്ചാണ്. മാഡം, ഇത് വർക്ക് ഫ്രം ഹോമാണ് കേട്ടോ. നമ്മുടെ കമ്പനി പറയുന്ന പ്രകാരം മാഡം വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയുന്ന നിശ്ചിത സമയത്തിനുള്ളിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ മാഡത്തിന് അട്രാക്റ്റീവ് പേയ്മെൻറ്റ് കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ ടാർഗറ്റ് ഉണ്ട് കേട്ടോ. അത് കാര്യമാക്കണ്ട. പിന്നെ ചെറിയൊരു തുക ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ മാഡത്തിന് വെച്ചടി കയറ്റമായിരിക്കും. അവൻ പറഞ്ഞതെല്ലാം അവൾ സ്തംഭിച്ചു നിന്ന് കേട്ടു. ഹലോ മാഡം, എന്താ ഒന്നും മിണ്ടാത്തെ? സ്തംഭിച്ചു നിൽക്കുകയായിരുന്ന അവളെ അവൻ വിളിച്ചു. അത് പിന്നെ പിന്നീടൊരിക്കലാവാട്ടോ, ഞാൻ ആലോചിച്ചിട്ട് പറയാട്ടോ. അതും പറഞ്ഞ് അവൾ വേഗം അവിടെ നിന്ന് പോയി.